വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ വീഡിയോ വരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ കുറേ നാൾ ഷോർട്സ് ഇട്ടതൊക്കെ തമിഴ്നാട്ടിലെ ഷോർട്സുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു. കടയുടെ പേര് തന്നെ തലതിരിഞ്ഞായിരിക്കും വായിക്കുന്നത്. സബീർ ബായ് ബിരിയാണി എന്നാണ്. അപ്പോൾ എവിടെയും കിട്ടാത്തൊരു കിടുക്കുന്നതാണ്. നമുക്കിപ്പോൾ സബീർ ബായ് ബിരിയാണി പോയപ്പോൾ സാധനം കിട്ടി. ഇതാണത്. ഞാനത് നേരെ ക്യാമറ തലയിരിച്ച് കാണിച്ചിട്ട് കണ്ടോ. ഇതാണ് സാധനം. എഴുതിയിട്ടുണ്ട് സബീർ ബായ് ബിരിയാണി എന്ന്. സിൻസ് 2014 സബീർ ബായ് ബിരിയാണി, മൗത്ത് റിഫ്രഷർ, ഈറോഡ്, സേലം, ചെന്നൈ. അപ്പം ഇത് എന്താണ് നമുക്ക് തുറന്നു നോക്കാം. അതുപോലെ ഇരിക്കട്ടെ. ഇത് 2 നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ഇത് ഒരു കോപ്പിക്കോയും കിട്ടി. കോപ്പിക്കോ പിന്നെ കഴിച്ചു തീർത്ത്. അപ്പം ഇതാണല്ലോ നമ്മൾ ആരും കാണാത്ത സാധനം. അപ്പം നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. നമുക്ക് പൊളിക്കാം. ആണ് സാധനം സബീർ ബായ് ബിരിയാണി. എന്താണ്, അയ്യോ എൻ്റെ അമ്മേ, ഇത്ര ഉള്ളു ഗൈസ്. മൗത്ത് ഫ്രഷ്നർ എന്നും പറഞ്ഞ് ജീരക മിഠായിയാണ് തരുന്നത്. അയ്യോ, ഇത് എന്താ ഇതൊന്ന് അകത്തേക്ക് പോടോ. ആ ഓക്കെ, പോയി. ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു. ഇതാണ് ഗൈസ് ജീരക മിഠായി. അയ്യോ, ഓക്കെ. ഈ മൗത്ത് ഫ്രഷ്നർ മൊത്തം വലിക്കണം. ഇടയ്ക്കെന്താ ഭക്ഷണത്തിന്റെ കുറ്റവാ. ഇത് പൗഡറിനൊക്കെ ചോള. ബെസ്റ്റ് ബിഫോർ 12 months ഫ്രം ഡേറ്റ് ഓഫ് പാക്കേജിങ്. ഇതൊക്കെ പൗഡറിന്റെ ഒക്കെ ചോവ. ജീരക മിഠായി തരം. നമുക്ക് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്കാം. അമ്മയുടെ റിയാക്ഷൻ ഉണ്ടെന്ന് നോക്കാം. ഫുള്ളും വാരി കിട്ടോ, അല്ലെ കുറച്ച് ഞാൻ അല്ലേ കുറച്ച് തന്നെ. അയ്യോ ഗൈസ്, അല്ലേ പൗഡറിന്റെ വാ. അത്രയോട് ഇതാണ് ബില്ല്. ഓ, ഇവിടെ തലേന്നായിരിക്കില്ലേ കാണുന്നത്. ഇപ്പം ശരിയല്ലേ. ഇതാണ് കടയുടെ ബില്ല്. അപ്പം നെക്സ്റ്റ് എടുക്കണം.